ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കാടമുട്ട വെച്ചിട്ട് നല്ലൊരു റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോ കാണാം. റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ചെറിയ പീസ് ഇഞ്ചി, 2 വലിയ വെളുത്തുള്ളി, 1/2 ടീസ്പൂണ് ഫെനൽ സീഡ്, പെരിഞ്ജീരകം, പിന്നെ ഒരു 2 പച്ചമുളക് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്ത് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അത് അതിലേക്ക് ആഡ് ചെയ്യുക. ലോ ഫ്ലെയിമിലാണ് ഞാൻ ഫ്ലെയിം വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ റോസ് സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ മീഡിയം സൈസ് 3 ഒനിയൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് ഉപ്പും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കണം. ഒരു 4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കവർ ചെയ്ത് വെക്കണം. നമ്മുടെ ഉള്ളി വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, 1.5 ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം. ഞാനൊരു കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഫൈനായിട്ട് പൊടിച്ചത്. നിങ്ങൾക്ക് ഇത്ര വേണ്ടെങ്കിൽ 1/2 ടീസ്പൂണ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ റോസ് സ്മെല്ല് പോകുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് നമുക്കിത് വീണ്ടും ഒന്ന് കവർ ചെയ്ത് വെക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വേണം വെക്കാൻ. 3 മിനിറ്റിന് ശേഷം നമ്മുടെ പൊടിയുടെ റോസ് സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. ഒനിയനും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിവിടെ വലിയൊരു തക്കാളി, പഴുത്ത തക്കാളിയാണ്, അത് മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഒനിയനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ കുറച്ച് കറി ലീഫ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കൊറിയാണ്ടർ ലീഫ് വേണമെങ്കിൽ അതും കൂടി ആഡ് ചെയ്യുക. ഞാനിവിടെ നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ കൊറിയാണ്ടറിൻ്റെ ലീഫ് ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് വീണ്ടും നമ്മളിതൊന്ന് 2-3 മിനിറ്റ് കവർ ചെയ്ത് വെക്കണം. ഇപ്പം നമ്മുടെ ടൊമാറ്റോ ഒഴിച്ച് കൊടുത്തതിൻ്റെ വെള്ളമൊക്കെ അതിൽ നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട്. ഇപ്പോൾ റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക. ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് വെള്ളം, ചൂടുവെള്ളമാണ് കേട്ടോ, അത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂണ് ഷുഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഞാൻ എപ്പോഴും ഇതുപോലെ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഷുഗർ അതിലേക്ക് ആഡ് ചെയ്യും. നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഇനി നമുക്കതിലേക്ക് പുഴുങ്ങി വെച്ച കാടമുട്ട അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. 2-3 മിനിറ്റ് വീണ്ടും നമ്മളിതൊന്ന് കവർ ചെയ്ത് വെക്കുക. അതിൻ്റെ ഫ്ലേവറൊക്കെ നമ്മുടെ എഗ്ഗിലേക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3 മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇപ്പം നമ്മുടെ നാടൻ രീതിയിലുള്ള കാടമുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ അരിയുടെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അതിന്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാടമുട്ട റോസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ.